ആകാശവും ഭൂമിയും കടന്നുപോയാലും കടന്നുപോകാത്തതും മാറ്റമില്ലാത്തതുമാണ് ദൈവവചനമെന്ന് യേശുക്രിസ്തു അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. എന്നാൽ പരിശുദ്ധ ബൈബിളിലെ ദൈവവചനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ സത്യമല്ലെന്നും അവ അതേ അർത്ഥത്തിൽ സ്വീകരിക്കരുതെന്നും പറഞ്ഞ് ദൈവത്തിൻ്റെ വാക്കുകളെ നിരർത്ഥകമാക്കുന്ന പഠനങ്ങളും വ്യാഖ്യാനങ്ങളും നൽകുന്നതാണ് ദൈവവചന തിരസ്കരണം. ക്രിസ്തീയ സഭകൾ ദൈവവചനത്തെ തിരസ്കരിച്ചതിൻ്റെ ഏതാനും ചില ഉദാഹരണങ്ങൾ. ദൈവപിതാവ് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ചെങ്കടൽ പിളർത്തി മരുഭൂമിയിലൂടെ നയിച്ച് കാനാൻ ദേശത്തേക്ക് നയിക്കുന്ന രക്ഷാകര ചരിത്രമാണ് പുറപ്പാട് ഗ്രന്ഥത്തിൽ നാം കാണുന്നത്. എന്നാൽ ചെങ്കടലിനെ രണ്ടായി വിഭജിച്ച് അതിനു നടുവിലൂടെ ദൈവജനത്തെ മറുകര എത്തിച്ചു എന്ന് പറയുന്നത് സങ്കല്പകഥയും അതിശയോക്തിയുമാണെന്ന് ഇന്നത്തെ സഭകൾ പഠിപ്പിക്കുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഔദ്യോഗിക പണ്ഡിതരിൽ പ്രധാനികളായിരുന്ന കാൾ റാനർ, വാൾട്ടർ കാസ്പർ തുടങ്ങിയവരുടെ ശിഷ്യനും കത്തോലിക്കാ സഭയുടെ സെമിനാരികളിലെ ദൈവശാസ്ത്ര അധ്യാപകനുമായ ഡോക്ടർ സിപ്രിയൻ എല്ലിക്കമുറി എഴുതിയ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എന്ന ഗ്രന്ഥത്തിൽ പുറപ്പാട് ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ നിഷേധിക്കുന്നു. ഇവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: വിശുദ്ധ ഗ്രന്ഥത്തിൽ വിവരിക്കുന്ന ജലപ്രളയം, സോദോം ഗൊമോറയുടെ ശിക്ഷ, ലോത്തിന്റെ ഭാര്യയുടെ ഉപ്പുതൂണായുള്ള മാറ്റം, ഇവയൊക്കെ അക്ഷരാർത്ഥത്തിലുള്ള ചരിത്ര സംഭവങ്ങളല്ല. പിന്നെയോ ചില രക്ഷാകര സന്ദേശങ്ങൾ നമുക്ക് നൽകുന്ന ദൃഷ്ടാന്ത കഥകളും സങ്കല്പ കഥകളുമാണ് എന്നത്രേ കത്തോലിക്കരും അക്കത്തോലിക്കരുമായ ആധുനിക ബൈബിൾ പണ്ഡിതന്മാർ എല്ലാവരും തന്നെ പഠിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിൽ നിന്നും മറ്റൊരു ഉദ്ധരണി: ഏതായാലും ഒരു കാര്യം തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും. മോശയും അനുയായികളും കടന്നത് ചെങ്കടലോ അക്കാബ ഉൾക്കടലോ സൂയസ് ഉൾക്കടലോ അല്ല. പ്രത്യുത സൂയസ് ഉൾക്കടലിന്റെ വടക്കേ അറ്റത്തിനും മെഡിറ്ററേനിയൻ കടലിനുമിടയിലുള്ള ചെറിയ കരയിടുക്കിൽ എവിടെയോ സ്ഥിതി ചെയ്തിരുന്നതും ഈറൽ വളരുന്ന തീരങ്ങളോട് കൂടിയതുമായ ആഴം കുറഞ്ഞ ഒരു ജലാശയ ഭാഗമായിരുന്നു. വലത്തും എഴുത്തും വെള്ളം മതിൽ പോലെ നിന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം അത്യുക്തിയായിട്ട് വേണം അത് മനസ്സിലാക്കുവാൻ. കത്തോലിക്ക പുരോഹിതരെ വാർത്തെടുക്കുന്ന ലോകപ്രശസ്തമായ വടവാതൂർ മേജർ സെമിനാരിയിലെ വിഖ്യാത ദൈവശാസ്ത്ര അധ്യാപകനായ ഡോക്ടർ ജോസഫ് കോട്ടക്കലിൻ്റെ പുറപ്പാടിന് ഒരു വ്യാഖ്യാനം എന്ന ഗ്രന്ഥത്തിൽ നിന്ന്: ഇതനുസരിച്ച് ഫറവോയുടെ കുതിരപ്പട്ടാളം ഇസ്രായേൽ ജനത്തെ കണ്ടെത്തുമ്പോൾ അവർ ആഴം കുറഞ്ഞ ചതുപ്പ് പ്രദേശത്തിന് സമീപം കൂടാരമടിച്ചിരിക്കുകയായിരുന്നു. ഭയവിഹുലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ആ അവസരത്തിൽ തന്നെ ശക്തിയായ കാറ്റും മഴയും ഇടിയും മിന്നലുമൊക്കെ ഉണ്ടായി. നേരം രാത്രിയുമായിരുന്നു. രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ ഇസ്രായേൽ ജനം ചെളിയിലും വെള്ളത്തിലും കൂടി മറുകരക്കൂടി. കുതിരപ്പട്ടാളം അവരെ പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. കാരണം കുതിരകളുടെ കാലുകൾ ചെളിയിൽ താഴുകയും പടയാളികൾ വെള്ളത്തിൽ വീഴുകയും ചെയ്തു. അങ്ങനെ പലരും മരിക്കാനും ഇടവന്നു. ഇസ്രായേൽക്കാർ സുരക്ഷിതരായി മറുകര പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ പുറപ്പാട് 14 അധ്യായം 21 മുതൽ 30 വരെയുള്ള ദൈവവചന ഭാഗം പരിശോധിച്ചാൽ ഇത് സത്യത്തിന് വിരുദ്ധമായ പ്രബോധനമാണെന്ന് വ്യക്തമാകുന്നു. മാത്രമല്ല, ശാസ്ത്രീയ ഗവേഷണങ്ങൾ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് സത്യമാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഒരു വശത്ത് 3000 അടിയും മറുവശത്ത് 5000 അടിയും ആഴമുള്ള ചെങ്കടലിലെ ഒരു ഭാഗത്തിന് നടുവിലായി 60 മുതൽ 200 വരെ അടി താഴ്ചയുള്ള ഒരു ഭാഗത്തുകൂടിയാണ് ദൈവപിതാവ് ഇസ്രായേൽ ജനത്തെ മറുകരയിലേക്ക് നയിച്ചതെന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നു. ഇന്റർ ഡിസിപ്ലിനറി ബിബ്ലിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും സ്വീഡനിലെ കാരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു പര്യവേഷണ സംഘം ഈ സമുദ്രാന്തർ ഭാഗത്ത് നടത്തിയ പര്യവേഷണങ്ങളിൽ പുറപ്പാടിൻ്റെ കാലത്ത് ഈജിപ്തിൽ പ്രചാരത്തിലിരുന്ന തരത്തിലുള്ള രഥങ്ങളുടെ അവശിഷ്ടങ്ങളും പവിഴപ്പുറ്റിനാൽ മൂടപ്പെട്ട രഥചക്രങ്ങളും കുതിരക്കുളമ്പിൻ്റെയും മനുഷ്യാസ്ഥിയുടെയും അവശിഷ്ടങ്ങളും ഇസ്രായേൽ ജനം കടന്നുപോയ വഴിത്താരയിലുടനീളം കണ്ടെത്തുകയുണ്ടായി. The chariot wheel with 6 spokes was the most widely used by the Egyptians. സങ്കീർത്തനം 78:13 ദൈവം ഇപ്രകാരം പറയുന്നു: ഇസ്രായേൽ ജനത്തിന് കടന്നുപോകാൻ കടലിനെ വിഭജിച്ചു, ജലത്തെ കുന്നുപോലെ നിർത്തി. ജ്ഞാനത്തിൻ്റെ പുസ്തകം
10-18 ഇപ്രകാരം പറയുന്നു: അവരെ അഗാധമായ ജലത്തിന്റെ മധ്യത്തിലൂടെ നയിച്ച് ചെങ്കടലിന്റെ അക്കരെ എത്തിച്ചു. സഭകൾ പറയുന്നു, ചെങ്കടൽ പിളർത്തിയിട്ടില്ല, ഈജിപ്തുകാരെ ജലത്തിൽ മുക്കിക്കൊന്നില്ല. ഇവയെല്ലാം സാങ്കല്പിക കഥകളാണ്, അതിശയോക്തികളാണ്. ആര് പറയുന്നതാണ് സത്യം? ദൈവവചനമാണ് സത്യമെന്ന് തെളിയിക്കാൻ ദൈവപിതാവ് ഈ തെളിവുകൾ ദൈവമക്കൾക്കായി അവശേഷിപ്പിച്ചിരിക്കുന്നു. നിഷ്കളങ്കമായ വിശുദ്ധ ജനത്തെ മർദ്ദക ജനതയിൽ നിന്ന് ജ്ഞാനം രക്ഷിച്ചു. അവൾ അവരെ അഗാധമായ ജലത്തിന്റെ മധ്യത്തിലൂടെ നയിച്ച് ചെങ്കടലിന്റെ അക്കരെ എത്തിച്ചു. ജ്ഞാനം 10:15-18.